എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വലിയ അയില കിട്ടിയിട്ടുണ്ട്. ഞാൻ 1/2 കിലോ അയിലയാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്കതേ ഗോവൻ രീതിയിൽ അയില കറി വെക്കാം. അയില വെട്ടി കഴുകി കഷ്ണങ്ങളാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 കിലോ അയിലയ്ക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറിയാണ് തിരിഞ്ഞെടുത്തത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കാം. വേണ്ടത് ഒരു 6 ഉണക്കമുളക് 1/2 കിലോ അയിലയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത്രയും സവാള കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. തരിതരിയായിട്ട് അരയ്ക്കരുത്, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. മീൻകറിയുടെ അരപ്പ് റെഡി. ഇതേപോലെ വെണ്ണ പോലെ അരച്ചാലേ ഈ കറിക്ക് നല്ല രുചി കിട്ടത്തുള്ളൂ. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ നമ്മൾ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ രുചി കിട്ടത്തില്ല. ഒറിജിനൽ കിട്ടണമെങ്കിൽ നമ്മൾ മല്ലിയും മുളകും അങ്ങനെ ചേർത്ത് അരയ്ക്കണം. നമുക്കിനി അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ കറി വെച്ചാലേ അതിൻ്റേതായ രുചി കിട്ടത്തുള്ളൂ. നമുക്കിനി ആ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കണം. ഇത് അത്ര കുറുകിയിരിക്കത്തില്ല, നല്ല വെള്ളം പോലെ ഇരിക്കും നമ്മുടെ ഈ മീൻകറി. ഇങ്ങനെ അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഉപ്പ് നോക്കിയിട്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. അത് ഇവിടുത്തെ പുളി എന്ന് പറയുന്നത് നമ്മുടെ ചുമന്ന മുന്തിരി, കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് ഉണങ്ങുമ്പോൾ അതിൻ്റെ തൊലി എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഇത് കട്ടിക്കുറവാണ്, നമ്മുടെ നാട്ടിലെ കുടംപുളി മാതിരി അല്ല. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഗോവൻ രീതിയിൽ കറി വെക്കുക. ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. ഗോവയിലെ അയിലക്കറിയുടെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മളിത് ചേർക്കണം. ഇത് തിലാഫൽ എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവച്ചതാണ്. സ്ത്രീകൾ അവിടെ വിൽക്കാൻ കൊണ്ടുവച്ചേക്കുക. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചതാണ്. മത്തിയും അയിലയും കറി വെക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 4-5 ഇതേണ്ടേ ഇതിൻ്റെ അരിയായി ഇരിക്കുന്നത്. അത് ഉണങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ അരി പൊട്ടി മാറിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ തോട നമ്മളൊരു 5-6 പൊട്ടിച്ച് കറിക്കകത്ത് ചേർക്കണം ഇപ്പം തന്നെ. അപ്പോൾ ഇത് ചേർത്താലേ അതിൻ്റെ രുചി വരുത്തുള്ളൂ ഈ കറിക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയും കിട്ടും, അങ്ങാടിക്കടയിൽ ചോദിച്ചാലും കിട്ടും. ഇതൊന്ന് പൊട്ടിച്ച് കറിയിലേക്ക് ചേർക്കാം. ഒത്തിരി പൊടിഞ്ഞു പോണ്ട, ഇങ്ങനെ 2-3 കൊട്ട് പൊട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ അതിൻ്റെ ആ രുചി ഇതിനകത്തങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ ഈ ചതച്ച ഈ തിലാഫെള്ളൊന്നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. കറി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റിനകം നമ്മുടെ കറി റെഡിയാവും. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഗോവൻ രീതിയിൽ അയില കറി വെച്ചത് റെഡി. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാനൊക്കത്തില്ല, അത്ര ടേസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ ചാറ് കൂട്ടിക്കൊണ്ടേയിരിക്കും. എത്ര കൂട്ടിയാലും നമുക്ക് മതി വരത്തില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ.